നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. കണ്ണൂരിൽ നിന്നും സൈന്യവും ദുരന്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കേരളം ഇതുവരെ കാണാത്തത്ര വലിയ ദുരന്തമാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ മേഖലയിലുണ്ടായത്. മുണ്ടക്കൈയിൽ പുലർച്ചെ 1 മണിക്കും പിന്നീട് 4 മണിക്കുമായി 2 തവണയാണ് ഉരുൾപൊട്ടിയത്. അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. 400-ലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ഈ സാഹചര്യത്തിൽ വലിയ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തും. രക്ഷാപ്രവർത്തകരെ മാത്രമേ മേഖലയിലേക്ക് അയക്കൂ. വയനാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തേത് കൂടുതൽ ദുരന്ത നിവാരണ സംഘത്തെ എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ നൽകരുതെന്നും ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനം ദുരന്ത സ്ഥലത്തേക്കുള്ള യാത്ര ഒഴിവാക്കണം. എത്ര പേർ ഒറ്റപ്പെട്ടു എന്ന് കൃത്യമായി പറയാനാവില്ല. മലയോര മേഖലകളിൽ യാത്ര ഒഴിവാക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. മരണസംഖ്യ 50 കവിയുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിവേഗം ഉയരുകയാണ് മരണസംഖ്യ. ചൂരൽമല മേഖലയിലെ മരണസംഖ്യയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന കണക്കിലേക്ക് എത്തുന്നത്. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പോലും കഴിയാത്ത സ്ഥിതി രാവിലെയുണ്ട്. വയനാട് മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായത് വൻ ദുരന്തമാണ്. മുണ്ടക്കൈയിൽ 2 തവണയായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണവും എല്ലാം കൂടുകയാണ്. നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം തന്നെ ഒലിച്ചുപോയി. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇന്നലെ നിരവധി കുട്ടികളെത്തി പഠിച്ച സ്കൂളാണ് ഇത്. പുഴ അടിച്ചു കയറുകയായിരുന്നു സ്കൂളിലേക്ക്. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാനാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരെ ചികിത്സിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സൗകര്യം ഒരുക്കി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം നടന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ് യോഗം. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക്, KSDMA സെക്രട്ടറി മെമ്പർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം നിലമ്പൂർ പോത്തുകലിലെ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കിട്ടിയത് 10 മൃതദേഹങ്ങളാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചത്. പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് 7 വയസ്സുകാരിയുടെ മൃതദേഹം ലഭിച്ചതായി നാട്ടുകാർ അറിയിച്ചു. കുനിപ്പാലയിൽ നിന്ന് 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത്. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. നന്ദി.